പ്രിയമുള്ളവരെ, വചനജ്വാല 1047 ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ജൂലൈ 13 ശനിയാഴ്ച എല്ലാവർക്കും നല്ല സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. നമ്മൾ ഇന്ന് 2ാം ശനിയാഴ്ചയാണ്. അതോടൊപ്പം തന്നെ ഇന്ന് റോസ മിസ്റ്റിക്ക മാതാവിന്റെ തിരുനാൾ കൂടി ആചരിക്കുന്ന പൊൻസുദിനമാണ്. എല്ലാവർക്കും തിരുനാളിന്റെ മംഗളങ്ങൾ നേർന്നുകൊണ്ട് ഇന്നത്തെ വചന വായനയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഇന്ന് എസ്തേറിന്റെ പുസ്തകം 8ാം അധ്യായം 13 മുതൽ 17 വരെയുള്ള തിരുവചനങ്ങളും 9ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള തിരുവചനവുമാണ് നാം ശ്രവിക്കുക. യഹൂദരുടെ ആഹ്ലാദം. ഈ എഴുത്തിന്റെ ഒരു പകർപ്പ് കൽപ്പനയായി എല്ലാ പ്രവശ്യകളിലും പ്രസിദ്ധീകരിക്കുകയും ജനതകളുടെ ഇടയിൽ വിളംബരം ചെയ്യുകയും വേണ്ടിയിരുന്നു. ആ ദിവസം യഹൂദർ തങ്ങളെ ആക്രമിക്കുന്ന ശത്രുക്കൾക്കെതിരെ പ്രതികാരം ചെയ്യാൻ തയ്യാറാകേണ്ടിയിരുന്നു. അതുകൊണ്ട് രാജാവിന്റെ സേവനത്തിനുപയോഗിച്ചിരുന്ന വേഗമേറിയ കുതിരയുടെ പുറത്ത് രാജകൽപ്പനയനുസരിച്ച് ദൂതന്മാർ ശീഘ്രം പുറപ്പെട്ടു. വിളംബരം തലസ്ഥാനമായ സൂസായിൽ പ്രസിദ്ധപ്പെടുത്തി. സൂസാ നഗരമാകെ ആർപ്പു വിളിക്കുകയും ആഹ്ലാദിക്കുകയും ചെയ്യവേ മൊർദെഖായി നീലയും വെള്ളയും മായ രാജകീയ വസ്ത്രവും ഒരു വലിയ സ്വർണ കിരീടവും നേരിയ ചണനൂൽ കൊണ്ടുള്ള ചെമന്ന മേലങ്കിയും അണിഞ്ഞ് രാജസന്നിധിയിൽ നിന്ന് പുറപ്പെട്ടു. യഹൂദർ പ്രസന്നരായി. അവർക്ക് സന്തുഷ്ടിയും ആനന്ദവും ബഹുമാനവും കൈവന്നു. രാജകൽപ്പനയും വിളംബരവും എത്തിയ സകല പ്രവശ്യകളിലും നഗരങ്ങളിലും യഹൂദർ സന്തോഷിക്കുകയും ആഹ്ലാദിക്കുകയും ചെയ്തു. അവർക്ക് അത് വിശ്രമത്തിന്റെയും ഉത്സവ ആഘോഷത്തിന്റെയും ദിവസമായിരുന്നു. രാജ്യത്തെ ആളുകളിലെ അനേകം പേർ തങ്ങൾ യഹൂദരാണെന്ന് പ്രഖ്യാപിച്ചു. എന്തെന്നാൽ യഹൂദരെ കുറിച്ചുള്ള ഭയം അവരെ പിടികൂടിയിരുന്നു. നമ്മൾ 9ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുന്നു. 1 മുതലുള്ള വാക്യങ്ങൾ വായന തുടരുന്നു. യഹൂദരുടെ പ്രതികാരം. 12ാം മാസമായ ആദാർ 13ാം ദിവസം രാജാവിന്റെ കൽപ്പനയും വിളംബരവും നിർവഹിക്കപ്പെടേണ്ട ആ ദിവസം യഹൂദരെ കീഴടക്കാമെന്ന അവരുടെ ശത്രുക്കൾ പ്രതീക്ഷിച്ചിരുന്ന ആ ദിവസം യഹൂദർ തങ്ങളുടെ ശത്രുക്കളുടെ മേൽ വിജയം നേടുന്ന ദിവസമായി മാറി. അഹസ്വേരോസിന്റെ എല്ലാ പ്രവശ്യകളിലും തങ്ങളുടെ നഗരങ്ങളിൽ യഹൂദർ തങ്ങളുടെ നാശം ആഗ്രഹിച്ചിരുന്നവരെ വധിക്കാൻ ഒരുമിച്ചുകൂടി. ആർക്കും അവർക്കെതിരെ നിലകൊള്ളാൻ കഴിഞ്ഞില്ല. കാരണം അവരെ കുറിച്ചുള്ള ഭയം അത്ര കണ്ട് എല്ലാ ജനതകളെയും ബാധിച്ചിരുന്നു. പ്രവശ്യകളിലെ എല്ലാ പ്രഭുക്കന്മാരും ദേശാധിപതികളും നാടുവാഴികളും രാജസേവകന്മാരും യഹൂദരെ സഹായിച്ചു. കാരണം അവർ മൊർദെഖായിയെ ഭയന്നു. മൊർദെഖായി രാജാവിന്റെ ഭവനത്തിൽ ഉന്നതനായിരുന്നു. അവന്റെ കീർത്തി സകല പ്രവശ്യകളിലും വ്യാപിച്ചു. അങ്ങനെ മൊർദെഖായി കൂടുതൽ ശക്തനായി തീർന്നു. യഹൂദർ തങ്ങളുടെ സകല ശത്രുക്കളെയും വാളിനിരയാക്കി നശിപ്പിച്ചു. തങ്ങളെ വെറുത്തിരുന്നവരോട് ഇഷ്ടമുള്ളതെല്ലാം അവർ ചെയ്തു. തലസ്ഥാനമായ സൂസായിൽ മാത്രം യഹൂദർ 500 പേരെ വധിച്ചു. പാർഷാദാദ, ദാൽഫോൺ, അസ്പാദ, പൊറാദ, മദാലിയ, അരിദാദ, പർമാഷ്ദ, അരിസായ്, അരിദായ്, വൈസാസാദ എന്നിങ്ങനെ ഹമ്മദോക്ദായുടെ മകനും യഹൂദരുടെ ശത്രുവുമായ ഹാമാന്റെ 10 പുത്രന്മാരെയും അവർ വധിച്ചു.
എന്നാൽ അവർ കവർച്ച നടത്തിയില്ല. ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത്. പ്രിയമുള്ളവരെ, ഇന്ന് നമുക്ക് ഏറെ സുപരിചിതയായ റോസാ മിസ്റ്റിക്ക മാതാവിന്റെ തിരുനാൾ നാം ആഘോഷിക്കുകയാണ്. ആവേ മരിയ, മാതാവിന്റെ മധ്യസ്ഥം നമുക്ക് പ്രത്യേകമായി യാചിക്കാം. മോണ്ടിക്കോറി ആശുപത്രിയിലെ നഴ്സായിരുന്ന പെരീന ഗെല്ലിക്ക് മാതാവ് പ്രത്യക്ഷപ്പെട്ട് കരുണയുടെ ജപമാല ചൊല്ലുവാനും പ്രചരിപ്പിക്കുവാനും ആവശ്യപ്പെടുകയായിരുന്നു. ഓരോ മാസവും 1-ാം തീയതി മുതൽ 12-ാം തീയതി വരെ പ്രത്യേക പ്രാർത്ഥനകൾ ചൊല്ലുകയും 13-ാം തീയതി മാസത്തിരുന്നാൾ ആചരിക്കാനും തുടങ്ങി. ജൂലൈ 13-നാണ് തിരുനാൾ. നമുക്കറിയാവുന്നതുപോലെ നമ്മൾ എല്ലാ ദിവസവും ചൊല്ലുന്ന ലുത്തിനിയായിൽ ദൈവരഹസ്യം നിറഞ്ഞിരിക്കുന്ന റോസാ പുഷ്പമേ എന്ന് എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നവരാണ് നമ്മൾ. റോസാ മിസ്റ്റിക്കായുടെ തിരുസ്വരൂപത്തിൽ വെള്ള, ചുവപ്പ്, സ്വർണ്ണ നിറത്തിലുള്ള അങ്ങനെയുള്ള 3 പൂക്കൾ ധരിച്ചാണ് നമുക്ക് മാതാവിനെ കാണാൻ സാധിക്കുക. പ്രാർത്ഥിക്കുക, പ്രായശ്ചിത്തം ചെയ്യുക, പരിഹാരം ചെയ്യുക എന്നതാണ് മാതാവിന്റെ ആഹ്വാനം. 7 പ്രാവശ്യം പെരീന ഗെല്ലിക്ക് മാതാവ് പ്രത്യക്ഷപ്പെട്ടു. ലോകം മുഴുവനുമുള്ള വൈദികർക്കും സന്യസ്തർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാനായി ആഹ്വാനം ചെയ്തു. ഈ തിരുനാൾ ദിനത്തിൽ നമുക്ക് പരിചയമുള്ളവരും അല്ലാത്തവരുമായ എല്ലാ വൈദികരെയും സന്യസ്തരെയും ഓർമ്മിച്ചുകൊണ്ട് അവരെയും നമ്മെ ഓരോരുത്തരെയും മാതാവിന്റെ വിമല ഹൃദയത്തിലേക്കും ഈശോയുടെ തിരുഹൃദയത്തിലേക്കും നമുക്ക് സമർപ്പിക്കാം. ഇന്ന് തന്നെ ചക്രവർത്തിയായ വിശുദ്ധ ഹെൻറി ദ്വിതീയനെയും കൂടി അനുസ്മരിക്കുന്നുണ്ട്. വിശുദ്ധ ഹെൻറി ദ്വിതീയന്റെയും നമ്മളുടെ മാതാവിന്റെയും പ്രത്യേകമായി ഇന്ന് നമ്മൾ സ്മരിക്കുന്ന റോസാ മിസ്റ്റിക്ക മാതാവിന്റെയും മധ്യസ്ഥം യാചിച്ച് നല്ലൊരു ശനിയാഴ്ച ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. നമ്മളുടെ റോസാ മിസ്റ്റിക്ക മാതാവ് നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.